പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP തോമസ് ചാഴികാടനായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കെ UDFിൽ ചർച്ചകൾ തുടരുകയാണ്. UDFിന്റെ കോട്ടയായിരുന്ന കോട്ടയത്ത് കേരള കോൺഗ്രസ് എം LDFിലെത്തിയതോടെ LDF സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ CPIM സ്ഥാനാർത്ഥി BN വാസവനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയിരുന്നു. പാർലമെന്റ് ഇലക്ഷന് ശേഷമാണ് കേരള കോൺഗ്രസ് എം LDFിലെത്തുന്നത്. ഭരണ നേട്ടങ്ങളും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തമായ സ്വാധീനവും LDFിന് വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തോമസ് ചാഴികാടൻ തന്നെയായിരിക്കും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ UDF പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. കോൺഗ്രസിന് മണ്ഡലം വിട്ടുകിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെയായിരിക്കും സീറ്റ് ലഭിക്കുക. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് UDF നേതൃത്വം ആഗ്രഹിക്കുന്നത്. എന്നാൽ KM മാണിയുടെ മരുമകൻ MP ജോസഫും ശക്തമായി സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ട്. ഇതോടൊപ്പം UDF ജില്ലാ ചെയർമാൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിലും സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരികയും സമരരംഗങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യവുമായ തനിക്ക് സീറ്റ് ലഭിക്കണമെന്ന ആവശ്യമാണ് സജി മഞ്ഞക്കടമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. വിജയസാധ്യതകൾ കൂടി പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് UDF നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ ഫ്രാൻസിസ് ജോർജിനാണ് കൂടുതൽ സാധ്യതയെന്ന് കരുതപ്പെടുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.